ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വടതല ജംഗ്ഷനിൽ നിന്നും വെറും 150 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു വീടാണ്. ഏകദേശം 5 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ വന്നിട്ട് നമുക്കൊരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലും മുകളിലെ മറ്റൊരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലും ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് NRIസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു പർപ്പസോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 8 വർഷം മാത്രമാണ് ഈ കാണുന്ന വീടിനുള്ള പഴക്കം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് വെറും 3 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും സ്കൂളുകളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ അടുത്തൊക്കെ തന്നെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാർ റോഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കയറുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. യാതൊരു കൺജഷനും ഇല്ലാതെ നമുക്ക് ഈ വീട്ടിലേക്ക് വരാവുന്ന രീതിയിലാണ് ഇതിന്റെ റോഡുകൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് വീടിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഒരു ഗേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഗേറ്റ് വന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ പെയിന്റ് ആണ് മെയിൻ ആയിട്ട് അവരിവിടെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീടിന്റെ വർക്കുകൾ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് സറൗണ്ടിങ് ഏരിയാസും കാർപോർച്ചും എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വളരെ ഭംഗിയായിട്ടുള്ള ടൈൽസ് ഒക്കെ വിരിച്ചിട്ടാണ് ഈ ഏരിയ എല്ലാം തന്നെ അവരെ നീറ്റാക്കി ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള കാർപോർച്ച് നമുക്ക് ഒരു കാറിനും ബാക്കി വരുന്ന ഏരിയയിൽ ഒരു കാറിനും ടോട്ടൽ നോക്കുവാണെങ്കിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിന്റെ സൈഡിലൂടെയൊക്കെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് സിറ്റ് ഔട്ടിലൊക്കെ നിൽക്കുമ്പോൾ കാണാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് ഈ ഒരു വീടിനുള്ളത്. ഒരു വൈറ്റിലൊരു ചെറിയ കളർ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് ഇതുപോലെ 2 പീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് മെയിൻ ഡോർ അവർ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് വിൻഡോസ് ഒക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയാണെങ്കിലും ഒരു ചെറിയ ഷോക്കേസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ഫാനും ലൈറ്റ് ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിലാണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ലിവിംഗ് കം ഡൈനിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിലും വളരെ ഭംഗിയായിട്ടൊരു എൻട്രൻസ് ആണ് വുഡൻ വർക്കുകളോട് കൂടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെപ്പറേറ്റ് ഏരിയയിലായിട്ടാണ് നമുക്ക് വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയയിലാണ് വാഷിംഗ് കൗണ്ടർ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 2 സൈഡിലായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ഫാനും അതുപോലെ തന്നെ ലൈറ്റ് ഫെസിലിറ്റികളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഹിൻഡ്വെയറിന്റെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഈ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വീട്ടിൽ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും അവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാനും എല്ലാ ഫെസിലിറ്റികളോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടു. നമ്മൾ വീണ്ടും ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇതുപോലെ ഡോറുകളൊക്കെ വെച്ചിട്ടാണ് കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്രിപ്പുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്ന രീതിയിൽ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അഡീഷണൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് കൂടുതലായിട്ട് തന്നെ അവർ സ്റ്റോറേജ് ഫെസിലിറ്റി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി കം വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനായിട്ടും ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്യാവുന്നത്. ഇതാണെങ്കിലും വിൻഡോസ് ഒക്കെ കൊടുത്തിട്ട് ഡോർ ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ താഴെയുള്ള ഫെസിലിറ്റീസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇതിന്റെ സ്റ്റെയർ കേസ് വരുന്നത് പുറത്തായിട്ടാണ്. ബിക്കോസ് ഇത് മുകളിലും താഴെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റെന്റ് ഔട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NRIസിനാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നവർക്കും എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ മുകളിലത്തെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഡോർ വന്നിട്ട് ഇതുപോലെ ഒറ്റ പീസിലായിട്ടാണ് മുകളിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നതും താഴേതുപോലെ തന്നെ സെയിം ആയിട്ട് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്ക് നല്ലൊരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ലിവിംഗ് ഏരിയ ആയിട്ടും ഇവിടെ നമുക്ക് ഡൈനിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു ഹാളായിട്ട് തന്നെയാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് അവിടെയും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ധാരാളം വിൻഡോസ് ആണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോർ ഉണ്ട്. ഇത് വന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നല്ല ഭംഗിയുള്ള കളർഫുൾ ടൈലുകളോട് കൂടിയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം അവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോറ് കാണാം. ഇത് വന്നിട്ട് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാൽക്കണിയുടെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് പോളി കാർബൺ ഷീറ്റുകളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കണ്ടു. വീണ്ടും നമ്മൾ തിരിച്ച് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ലിവിങ്ങിന്റെയും ഡൈനിങ്ങിന്റെ ഒക്കെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡും ആയിട്ടുള്ള മിനിമൽ വർക്കുകളാണ് റൂഫിലൊക്കെ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ മുകൾ ഭാഗത്തുള്ള റൂഫ് എല്ലാം തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ആ ഒരു പോർഷൻ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് അവർ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലും താഴെയുമുള്ള എല്ലാ സ്ഥലത്തും തന്നെ എല്ലാ റൂമുകളിലും തന്നെ ലൈറ്റും ഫാൻ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ ഭംഗിയായിട്ടും നീറ്റായിട്ടും ഒക്കെ തന്നെയാണ് ബാത്റൂം സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ തന്നെയാണ് ടൈലിനായിട്ടൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴെ കണ്ടതുപോലെ തന്നെ ഭംഗിയായിട്ടൊരു ഷോക്കേസ് അവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു എൻട്രൻസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. താഴെ പോലെ തന്നെ വാഷ് ബേസിൻ വിത്ത് മിറർ ഒക്കെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇതുപോലെയാണ് കിച്ചന്റെ ഡോർ വരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോഴും ടൈലിന് ഗ്രിപ്പുള്ള ടൈലൊക്കെയാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും 2 വിൻഡോസ് വരുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഫൈനലി നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ ഒരു ബെഡ്റൂം കൂടിയാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ട വീട്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലത്തെ നിലയിലുള്ള ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമിലാണ്. ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫാൻ ഫെസിലിറ്റിയും ലൈറ്റും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതും ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകളാണ് ബാത്റൂമിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്.
മുകളിലത്തെ നിലയിൽ നമുക്കിനി കാണാനുള്ളത് ചെറിയൊരു വർക്ക് സ്പേസ് കൂടിയാണ്. നമ്മൾ ഇവിടുത്തെ എല്ലാം കണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് കൂടിയാണ് നമുക്കിനി ഇവിടെ കാണാനുള്ളത്. നമ്മളുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി എൻട്രൻസ് നേരെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയായിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനായിട്ട് ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ ടെറസ് ആണ്. ഓപ്പൺ ടെറസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാർബിൾ ഹോംസിലൂടെ ഇന്ന് നിങ്ങൾ കണ്ട ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 4 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ലാൻഡ് വരുന്നത് 4 സെന്റ് ആണ്. ടോട്ടൽ ഈ വീട്ടിൽ 5 ബെഡ്റൂമുകളാണുള്ളത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2400 ആണ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമ്മൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ടത്. ഇനി ഈ വീടിന്റെ റേറ്റ് എത്രയാണെന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. 1,15,00,000 ഇതിന് ഓണർ ഉദ്ദേശിക്കുന്ന വില. 1.15 CR ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാനും ഒന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.